ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുടി നരയ്ക്കൽ. മുടി നരയ്ക്കാതിരിക്കാനും നല്ല ഉള്ളോടുകൂടി വളരാനും നല്ല കട്ടിക്ക് വളരാനും ഉള്ള നര അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ എന്നാലും നമുക്ക് ഇനി നരയ്ക്കാതിരിക്കും. അപ്പോൾ അതിനുള്ളൊരു ഐറ്റമാണ് ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടെ നമുക്ക് എന്തുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അതുപോലെ ഇത് അരക്കിലോന് എള്ളാണ് കഴുകിയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. കഴുകി വെള്ളമൊക്കെ കളഞ്ഞാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ എല്ലാവർക്കും കഴിക്കണേ അരക്കിലോന് എള്ള് തന്നെ വേണം കേട്ടോ. ഇത് നേര ഉള്ളവർക്കെല്ലാം നേരെ ഇനി വരാതിരിക്കാനായിട്ടുള്ള പിള്ളേർക്ക്, ചെറിയ പിള്ളേർക്കൊക്കെ ഇപ്പോൾ നരക്കിലാണല്ലോ എല്ലാവർക്കും. പിന്നെ വേറൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് ഇപ്പം അതിൻ്റെ സാധനങ്ങളും കിട്ടാണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇട്ടാൽ മുടി നിര പെട്ടെന്ന് മാറ്റാനുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഈ എള്ളുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടല്ലേ. കുറേ ഗുണങ്ങൾ കുറച്ചൊക്കെ അറിയുള്ളൂ കേട്ടോ. നമുക്ക് കുറേ ഒന്നും അറിയില്ല. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കണം എന്നാലാണ്. ഒരു കാര്യം ഞാൻ പറയാം, പീരീഡ്സ് കൃത്യമാവാനായിട്ട് ഈ എള്ളെന്താ ചെയ്യാൻ നോക്കാം, പറഞ്ഞുതരാം. ഈ പീരീഡ്സ് കൃത്യമാവാനായിട്ട് ഒരു 100 ഗ്രാം എള്ളെടുക്കട്ടോ. ഞാൻ ഈ കുറേ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇഞ്ചി, കറുകപ്പട്ട, പിന്നെന്താ അങ്ങനത്തെ ഒക്കെ കുറേ വീഡിയോകൾ കണ്ടു. അതൊന്നും ഫലിക്കില്ല കേട്ടോ. പക്ഷെ ഫലിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. 100 എള്ളെടുക്കുക, അതിൻ്റെ പകുതി മാറ്റി വയ്ക്കാം. പകുതി എടുത്തിട്ട് നമുക്ക് രാവിലെ മതിട്ടാം മക്കൾക്ക് കൊടുക്കാനായിട്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് നല്ലോണം കഴുകി തിളപ്പിക്കാം. 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 3/4 ഗ്ലാസ് വെക്കാം. അത് വെറും വയറ്റിൽ അവർക്ക് കൊടുക്കാം. പിന്നെ ആ എള്ള് മാറ്റി വയ്ക്കാം, ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു 3 ദിവസം അടുപ്പിച്ച് കൊടുക്കാം. പിന്നെ ആ എള്ള് കുതിർത്തി എള്ളും അതും കഴിപ്പിക്കാം. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും ഉണ്ടാക്കാം. അപ്പോഴേക്കും എന്തായാലും പീരീഡ്സ് ആയിരിക്കും, ഉറപ്പുള്ള കാര്യം കേട്ടോ. അപ്പം ഞാനിത് ചെയ്തിട്ട് ഫലം അറിഞ്ഞിട്ടാണ് ഇപ്പം അങ്ങനെ പറയണത്. യൂട്യൂബിൽ കുറേ ഞാൻ കണ്ടു, ഇഞ്ചി ചതയ്ക്കുക, കറുകപ്പട്ട, അത് ഇതൊക്കെ. അതൊന്നും നമുക്ക് ഇങ്ങനെ ഇരിക്കില്ല കുട്ടികൾക്ക് കൊടുക്കാനേ. പിന്നെ പുറത്തുനിന്നുള്ള നല്ല ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇതൊക്കെ ഇപ്പം അതാണല്ലോ മിക്കവർക്കും വേണ്ടത് പിള്ളേർക്ക്. അതൊക്കെ കണ്ട് കുറേ ഒഴിവാക്കുക. എന്നാലും മാത്രമാണ് ഇതൊക്കെ മാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. പീരീഡ്സൊക്കെ കൃത്യമാവാനായിട്ട് എള്ളിനെ പോലെ വേറെ ഒന്നുമില്ല. അത്രയും ഗുണമാണ് എള്ളിന്. ഇന്നലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ഡോക്ടർ, ആയുർവേദ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ, മക്കൾക്ക് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ സ്വന്തം ഒരു ബുദ്ധിയിലുള്ളതല്ല. ഇതിന് വെള്ളമയൊക്കെ പോയിട്ട് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. വല്ലാണ്ട് വറക്കണ്ട. ഇത് എങ്ങനെ പൊടിക്കാന്നറിയോ? പൊടിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ തെളിയണ വരെ പൊടിക്കണം കേട്ടോ. ഇതാണ് അതിലേക്ക് കൂട്ടണ ചക്കര എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ശർക്കര അല്ല കേട്ടോ, ചക്കര. പിന്നെ വില ഇത്തിരി കൂടുതലുണ്ട്, ഗുണം കൂടുതലുണ്ട്, രുചിയും കൂടുതലുണ്ട്. നമ്മൾ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിലൊട്ടും കല്ലില്ല കേട്ടോ. 1/2 കിലോന് എള്ളിന് 1/2 കിലോ കരിപ്പെട്ടിന് എടുത്തേക്കണത്. അപ്പോൾ ഞാനിത് മുഴുവനും പൊടിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു 250 ഗ്രാം പൊടിക്കണുള്ളൂ. അപ്പോൾ 250 ഗ്രാം ശർക്കര എടുക്കണ്ടേ. അതിന് ശേഷമാണ് ബാക്കിയുള്ളൂ. അപ്പം മൊത്തത്തിലൊന്ന് വറുത്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ അതായിട്ടുണ്ട്. ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ചൂട്ടോടുകൂടി പൊടിക്കാൻ പറ്റിയ. അപ്പോൾ അതിൽ വേറെ ഓരോ കാര്യങ്ങൾ കൂട്ടുന്നുണ്ട്, എന്താണെന്ന് കാണിക്കാം. അപ്പം എത്രയും വേഗം ഇത് ഉണ്ടാക്കി കഴിച്ചോ അത്രയും നല്ലതാണ് കേട്ടോ. ചൂടാറട്ടെ. അപ്പോൾ അതവിടെ കണ്ടോ, എള്ള് പൊടിക്കാൻ പോവാം കേട്ടോ. ഇതിലേക്ക് ഇതാ 250 ഗ്രാം എള്ളിന് 250 ശർക്കര, എന്താ പറയുക, ചക്കര, ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു തടവ് എന്ന് പറഞ്ഞു ഒറ്റ തവണ പൊടിച്ചിട്ടുണ്ട്. ഇത് നോക്ക്,
കണ്ടോ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? എണ്ണ തെളിഞ്ഞു വന്നിട്ടാണ് കട്ട കട്ടയായിട്ടിരിക്കണേ. ഇനി അടുത്തത് നമ്മൾ പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ചുക്കുപൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി, ലേശം. ഇത് പൊടിക്ക് നമ്മുടെ ഇവിടുത്തെ ചുക്ക്, ഒറിജിനൽ ചുക്കിൻ്റെ അത്രയ്ക്കും ഇതുണ്ടാവില്ല. അയ്യോ ശരി. അപ്പോൾ അത് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതാ പൊടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം പൊടിക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കട്ട കട്ടയായിട്ട് വരും കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടണമെങ്കിൽ ഉരുട്ടാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കി വയ്ക്കുക. അതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും നാളേരം കൂട്ടണമെങ്കിൽ കൂട്ടാം, വേറെ എന്തെങ്കിലും കൂട്ടാം, ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഗുണം കൊണ്ട് കിട്ടുമല്ലോ. കണ്ടോ കൈ നോക്ക്, നിറച്ച് എണ്ണയാണ് നീ കൈമ്മ. കണ്ടോ നിറച്ച് എണ്ണ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോമായിട്ട് നല്ല ഹെയർ ഡൈയുടെ അടുത്ത വീഡിയോ ഹെയർ ഡൈ ആയിരിക്കും കേട്ടോ. തലയിൽ നല്ല കരിക്കട്ട പോലെയുള്ള ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ പുതിയ വീഡിയോമായിട്ട് വീണ്ടും വരാം.